ഇറാൻ ഭൂഗർഭ മിസൈൽ നഗരം പ്രദർശിപ്പിച്ചു. അമേരിക്കയുടെ നിരന്തരമുള്ള ഭീഷണിയോടനുബന്ധിച്ച് തങ്ങളുടെ ആയുധത്തിൻ്റെ ഏകീകരണവും ക്രോഡീകരണവും ലോകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ ഇറാൻ വിലയിരുത്തുന്നത്. തങ്ങളുടെ ഭൂഗർഭ നാവിക താവളം അത് ലോകത്തിൻ്റെ ഒരു കണ്ണുകൾക്കും കാണാൻ പറ്റാത്ത വിധം അതിനിഗൂഢമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഓരോരോ ദിവസവും പുതിയ ഇത്തരം നഗരങ്ങൾ ഭൂമിക്കടിയിൽ തങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പ്രാക്ടിക്കലും നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് അതിന് പുതിയ ഒരു സംഘത്തെ തന്നെ തങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതേക്കുറിച്ച് കുറച്ച് അധികം വിശദീകരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. കുറഞ്ഞ മിനിറ്റുള്ള വീഡിയോ ആണ് ആദ്യം തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ട്രംപിൻ്റെ ഭീഷണിക്കുള്ള പ്രതിരോധം അല്ലെങ്കിൽ മറുപടി അത് ഇത്രയൊക്കെ ധാരാളമാണ് എന്ന തരത്തിലാണ് അവരിതിനെക്കുറിച്ചായിട്ട് വിലയിരുത്തുന്നത്. ഭൂഗർഭ മിസൈൽ നഗരം സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രദർശനവും അതോടനുബന്ധിച്ചുള്ള സന്ദർശനവുമാണ് ഇവിടെ വിശദീകരിച്ചുകൊണ്ട് പറയപ്പെടുന്നത്. ജനറൽ ഹുസൈൻ ബഗേരി റെഗുലർ ആർമി ചീഫാണ് അദ്ദേഹത്തിൻ്റെയും ജനറൽ അമീർ അലി സാദെ റവല്യൂഷണറി കമാൻഡർ ചീഫാണ്. ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ എന്ന് പറയുന്ന സമയത്ത് സർക്കാരിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന നേതൃത്വത്തിൽ എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ പ്രദർശനവും അതോടൊപ്പം തന്നെ മിസൈൽ വിന്യാസവും പ്രദർശിപ്പിച്ചത്. അതിൽ മിസൈലും റോക്കറ്റും ആധുനികമായിരിക്കുന്ന ആയുധ ശക്തികളുടെ ഉറവിടവും കാണാൻ വേണ്ടി സാധിക്കും. പുതിയതായി നിർമ്മിക്കപ്പെട്ടതും മുൻപ് പ്രയോഗിക്കപ്പെട്ടതുമായിരിക്കുന്ന ഖാസിം മിസൈലുകളുടെ പ്രദർശനം അതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. ഇസ്രായേലിന് ഇത് വലിയൊരു ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സർവ്വ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് തങ്ങൾ ഓരോ ആയുധങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. ഏത് തരത്തിൽ എങ്ങനെയൊക്കെ സമാധാനമായിരിക്കുന്ന രീതിയിൽ അമേരിക്ക സംസാരിച്ചാലും തീർച്ചയായിട്ടും അമേരിക്ക ഇറാനെതിരാണ് എന്നുള്ള നിലപാട് കൃത്യമാണ്. അതുകൊണ്ട് അവരെ പ്രതിരോധിക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഈ ആയുധ സംവിധാനങ്ങളുടെ ക്രോഡീകരണം ഈ രണ്ട് രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ച് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ലോകം കാണാത്തത്ര അത്യുഗ്രമായിരിക്കുന്ന ആയുധങ്ങളുടെ കൂമ്പാരമാണ് ഈ പറയപ്പെട്ട അണ്ടർഗ്രൗണ്ടിൽ നാവിക മേഖലയിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. നാഷണൽ ഹൈവേ പോലെ പരന്നു കിടക്കുന്ന റോഡുകൾ അത് കാണാൻ വേണ്ടി സാധിക്കും. റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന ആധുനികമായിരിക്കുന്ന മിസൈൽ വിന്യാസത്തിൻ്റെ കൂമ്പാരവും കാണാൻ വേണ്ടി സാധിക്കും. ഇത് എങ്ങനെ നിർമ്മിക്കപ്പെട്ടു, എവിടെ നിർമ്മിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഭൂഗർഭ അറകൾ ഏത് മേഖലയിലാണ് എന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാഷണൽ ഹൈവേ പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു കൊണ്ടുള്ള ഓഡിയോയും വീഡിയോയുടെയും ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. പുതിയ ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളോട് ഇറാൻ സഹകരിക്കണമെന്ന് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനോടനുബന്ധിച്ചാണ് ഇറാൻ്റെ ശക്തമായിരിക്കുന്ന മറുപടി ഉണ്ടായത്. തങ്ങൾ അത്തരം ഒരു പ്രവർത്തനത്തിനും അംഗീകാരം നൽകുകയോ പിന്തുണ നൽകുകയോ ചെയ്യുകയില്ല. ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയിൽ ഇറാൻ ഇല്ലാത്തത് കൊണ്ട് തങ്ങൾക്കത് യഥേഷ്ടം നിർമ്മിക്കാനുള്ള അധികാരവുമുണ്ട്. അത്തരം ഡീലുള്ള രാജ്യങ്ങൾ അവരത് പുനഃക്രമീകരിക്കുന്നില്ലേ എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് അമേരിക്ക തന്നെയാണ് എന്ന തരത്തിലാണ് ഇറാൻ്റെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത്. അവിടെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായിരിക്കുന്ന വിവരങ്ങളാണ് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഫ്ലാഗുകൾ പതിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അത് സാധാരണഗതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടുള്ള ശത്രുതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്തരം ഫ്ലാഗുകൾ ഉപയോഗിക്കാറുണ്ട്. ഇസ്രായേലിൻ്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ മരത്തിൽ കെട്ടി ഉയർത്തുന്നതല്ല, പകരം റോഡിൽ നിലത്ത് പതിച്ചിരിക്കുകയാണ് ചെയ്യുക. ഒന്നുകിൽ അത് വരച്ചിരിക്കും, അതല്ലെങ്കിൽ അതുപോലുള്ള വലിയ പതാക ആണി അടിച്ച് തറച്ചു വെക്കും. അതിൽ ചവിട്ടിയാണ് ഓഫീസിലേക്കോ അല്ലെ മറ്റ് സമുച്ചയത്തിലേക്കോ പോകാറുള്ളത്. അത് ആദ്യമായിട്ട് ലോകം കണ്ടത് ഇറാഖ് അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖിൻ്റെ തെരുവിലെ പ്രധാനപ്പെട്ട സർക്കാർ മന്ദിരത്തിൻ്റെ മുമ്പിലെല്ലാം ഈ പറയപ്പെട്ട അമേരിക്കയുടെ പതാക വരച്ചു വെച്ചിരുന്നു. ജോർജ് ബുഷിൻ്റെ ചിത്രവും അമേരിക്കയുടെ പതാകയും, ജോർജ് ബുഷിൻ്റെ മുഖത്തു കൂടിയും അമേരിക്കയുടെ പതാകയും ചവിട്ടിട്ട് വേണം ഏതൊരു ഇറാഖി പൗരനും അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. ആ തരത്തിലായിരുന്നു അതിൻ്റെ സംവിധാനം. ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു
ഒരു രീതിയാണ് ഇപ്പോൾ ഇറാനിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഭൂഗർഭ മിസൈലൊക്കെ നിർമ്മിക്കപ്പെട്ട നഗരത്തിൻ്റെ പല മേഖലകളിലും ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും പതാക നിലത്ത് പതിച്ചിരിക്കുന്നതും അതിൻ്റെ മേലെ ചവിട്ടിട്ട് ആളുകൾ പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്ന ഇതിൻ്റെ തുടർച്ചയായിട്ട് രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നിലവിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഓരോരോ രാജ്യത്തിൻ്റെയും കൃത്യമായിരിക്കുന്ന ആയുധങ്ങളുടെ കൂമ്പാരവും ശേഖരവും ഏറെക്കുറെ ലോകത്തിന് അറിയാവുന്നതാണ്. അതിനപ്പുറമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. ഒരു രാജ്യത്ത് എന്തൊക്കെ ആയുധങ്ങളുണ്ട്, അത് ഉപയോഗിക്കാൻ എത്രത്തോളം വൈദഗ്ധ്യം നേടിയിരിക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം അതിൻ്റെ ആ അക്രമത്തിന് ഈ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, ഇതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഏറെക്കുറെ അറിയാവുന്നതാണ്. എന്നാൽ ഇറാൻ്റെ കാര്യത്തിൽ അമേരിക്ക ഈ കാര്യത്തിൽ പരാജയമാണ്. കാരണം അമേരിക്കക്ക് അറിയില്ല എന്നുള്ളത് അമേരിക്ക തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതിന് ആദ്യമായിട്ട് പറഞ്ഞത് ചെങ്കടലിലെ അമേരിക്കയുടെ വ്യോമ സൈനികരാണ്. അവർ പറയുന്ന കാര്യം യമൻ്റെ ഭാഗത്തു നിന്ന് തങ്ങളുടെ കപ്പലിനെ ലക്ഷ്യമാക്കി വരുന്ന അത്യാധുനികമായിരിക്കുന്ന മിസൈൽ സംവിധാനം അതിനെ തകർക്കാൻ വേണ്ടി തങ്ങളുടെ കൈവശമുള്ള പ്രതിരോധ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അതിൻ്റെ കാര്യം അവരുപയോഗിക്കുന്ന മിസൈൽ നൂതനതും ആധുനികമായതാണ് എന്നും അതിൻ്റെ അകത്തുണ്ടാകുന്ന ഈ സ്ഫോടക സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് ശത്രുവിൻ്റെ ശക്തി അറിയാതെ അതിന് ഒരു പ്രത്യാക്രമണമോ പ്രതിരോധം ഉണ്ടാക്കുക വലിയ പ്രയാസമാണ്. മാത്രവുമല്ല ഈ യമൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മിസൈൽ ആക്രമണം എല്ലാ സമയത്തും ഒരേ തരത്തിലുള്ള മിസൈലുകളല്ല വരുന്നത്, വ്യത്യസ്ത കോലത്തിലുള്ളതും വ്യത്യസ്ത ശക്തിയുള്ളതുമാണ്. അതുകൊണ്ട് ഒരേ രീതിയിലുള്ള ഒരു മിസൈലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഈ തരത്തിലാണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് പുതിയ തരത്തിലുള്ള ആയുധ നിർമ്മിതികളെല്ലാം ഇറാൻ്റെ കൈവശത്തിൽ നിന്ന് യമൻ്റെ കൈവശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും അതിനെ പെട്ടെന്ന് പ്രതിരോധിക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്ന തരത്തിൽ ഏറെക്കുറെ അമേരിക്ക തന്നെ എത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ രണ്ട് മാസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി ഇറാന് അവസരം കൊടുത്തിരിക്കുന്നത് 2 മാസമാണ്. ഈ 2 മാസവും നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുക എന്നല്ല, ഞങ്ങൾ വരില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 2 മാസം കഴിഞ്ഞാൽ വല്ല കാരണവശാലോ അമേരിക്കയുടെ കുബുദ്ധിക്ക് ഇറാൻ ആക്രമിക്കണം എന്ന് തോന്നിയാൽ ആ അക്രമത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന നഗരത്തെക്കുറിച്ചും അതിൻ്റെ ആയുധ കൂമ്പാരത്തെക്കുറിച്ചും ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പേർഷ്യ ആയിരുന്ന കാലത്ത് തന്നെ യുദ്ധത്തിന് മുഖം കൊടുത്തിരിക്കുന്ന രാജ്യമാണ്. കെടുതിയും ദുരന്തങ്ങളും പ്രയാസങ്ങളും അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെ എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ പഠിച്ചിട്ടുണ്ട്. ഒരു രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആദ്യത്തെ സാഹചര്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളെടുക്കുന്ന ഒരു ക്രിയയാണ്. ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ യുദ്ധം പൂർണ്ണമായ രീതിയിൽ അവസാനിച്ചാലും ആ രാജ്യമായിട്ട് എടുക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വരും എന്നുള്ളതും നിലവിലെ സർക്കാരിന് ഈ യുദ്ധം അവസാനിച്ചാൽ തുടരാൻ സാധിക്കുകയില്ല എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിലൊന്നും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. കീഴടക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. പൂർണ്ണമായിരിക്കുന്ന പരാജയം ഇസ്രായേൽ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തെ വലിയ പ്രയാസമാണ്. അമേരിക്ക ഏത് തരത്തിലുള്ള പിന്തുണ നൽകിയാൽ പോലും ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന കാര്യമാണ്. അതിനോടനുബന്ധിച്ച് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ ഭൂഗർഭ മിസൈൽ നഗരത്തിൻ്റെ പ്രദർശനം യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി അമേരിക്ക ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന തരത്തിലുള്ള അതിശക്തമായിരിക്കുന്ന ഭൂഗർഭ ഈ മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കും ആക്രമിക്കാൻ പറ്റുമെന്ന് ഇതിൻ്റെ മുൻപ് തന്നെ അമേരിക്ക തന്നെ പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും തന്നെ പറഞ്ഞിട്ടുണ്ട്. സംയുക്തമായ രീതിയിലുള്ള പ്രസ്ഥാനത്തോടനുബന്ധിച്ച് പറഞ്ഞിട്ട് ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള അതിശക്തമായിരിക്കുന്ന ഭൂഗർഭ മിസൈൽ സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശത്തിലുണ്ട് എന്നുള്ളത്. അതിനൊരു ഉദാഹരണം പറഞ്ഞത് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ നേതാവ് അസർ നസ്രുള്ളയൊക്കെ കൊലപ്പെടുത്തിയത് അതിശക്തമായിരിക്കുന്ന ഭൂഗർഭ ബോംബുകൾ ഉപയോഗിച്ചാണ്. 6 നിലയോളം ആഴ്ചയിൽ ഈ ഭൂമി തുളച്ചുകൊണ്ട്
സ്ഫോടനം നടത്താൻ പാകത്തിലുള്ള ആയുധങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട് എന്ന് ലെബനൻ്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർ തെളിയിച്ചതാണ്. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു മേഖല കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കണ്ടെത്താൻ പോലും, ഇറാനിലുള്ള ഈ മേഖല കണ്ടെത്താൻ പോലും അമേരിക്കക്ക് പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പർവ്വതങ്ങളുടെ അടിഭാഗത്ത് തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇത്തരം ആയുധങ്ങളുടെ സൂക്ഷിപ്പുകൾ നടത്തപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഏത് പർവ്വതത്തിൻ്റെ അടിഭാഗത്ത് എങ്ങനെ എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലാതെ ശത്രുവായിരിക്കുന്ന ഇറാൻ ആക്രമിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസമുണ്ടാക്കിയ കാര്യമായിട്ട് തന്നെ അവർ തന്നെ വിലയിരുത്തുകയാണ്.